ഹലോ, എല്ലാവരും ഇപ്പോൾ ഓണത്തിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ ഓണത്തിൻ്റെ തിരക്ക് എന്തായാലും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, സ്ഥിരമായിട്ട് പഠിച്ച് തന്നെ പോകണം കേട്ടോ. കാരണം ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാം ഇനി വരും. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴേ ചെയ്യേണ്ടത് എന്താ, അന്നുള്ളത് അന്നന്ന് തന്നെ പഠിച്ചു പോവുക. എന്തായാലും നമ്മൾ കുറേ നേരം ആഘോഷത്തിന് കളയുക എന്ന് പറഞ്ഞാൽ ആഘോഷം എന്തായാലും വേണം. ഒരു മനുഷ്യൻ ആഘോഷിക്കണം. കാരണം നമുക്ക് ലൈഫിലെ ഏറ്റവും കൂടുതലും എൻജോയ്മെൻറ്റും വേണം, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും നമ്മൾ നോക്കണം. ഇപ്പോൾ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് വേണം ലൈഫ് കൊണ്ടുപോകാൻ. റെസ്പോൺസിബിലിറ്റീസിൻ്റെ പുറകെ മാത്രം പോയാൽ പോരാ, എൻജോയ്മെൻറ്റും കൂടെ വേണം. അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മടുത്തു പോകും. അതുകൊണ്ട് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റിലാക്സും ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓണത്തിന് അടിപൊളിയാക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മാത്സും പഠിച്ചു പോകാം. അപ്പോൾ നമ്മൾ ആവറേജിൻ്റെ കുറച്ച് ടോപ്പിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വെച്ചിട്ട് ഒരു മിക്സ്ഡ് ആൻഡ് എലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്. ആ ടോപ്പിക്ക് യൂസ് ചെയ്തിട്ട്, മിക്സ്ഡ് ആൻഡ് എലിഗേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവറേജിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഞാനിപ്പോൾ കൺസെപ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ആവറേജ് വെയിറ്റ് ഓഫ് എ ക്ലാസ് ഇസ് 15 kg and the average weight of another class is 30 kg. Then find the ratio of students of the first class to the another class when the average weight of both the class is 25 kg. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെ ആവറേജ് വെയിറ്റ് 15 kg ആണ്. ഇനി അനദർ ക്ലാസ് ഉണ്ട്, വേറൊരു ക്ലാസ് ഉണ്ട്, അവരുടെ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 30 kg ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട്, രണ്ട് ക്ലാസ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 25 kg ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് ക്ലാസ്സിലുള്ളവരെയും ഏത് റേഷ്യോയിലാണ് നമ്മൾ കമ്പൈൻ ചെയ്തേക്കുന്നത് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു, ഇവർ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ഒരു ക്ലാസ്സിലോട്ടാക്കി. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിൻ്റെ റേഷ്യോ ആവറേജ് 15ഉം സെക്കൻഡ് ക്ലാസ്സിൻ്റെ ആവറേജ് 30ഉം രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ആവറേജ് 25ഉം ആണെങ്കിൽ അവർ ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്തേക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാനൊരു പുതിയ സ്ലൈഡ് എടുക്കുവാണ്. അപ്പോഴേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ആവറേജ് 15, അപ്പോൾ മുകളിലോട്ട് എഴുതേണ്ടത് കമ്പൈൻ ചെയ്യുന്ന ക്ലാസ്സുകളുടെ ആവറേജ് ആണ്. ഓക്കെ, 15ഉം 30ഉം ഇത് രണ്ടും കൂടെ അല്ലേ കമ്പൈൻ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു പുതിയ റേഷ്യോ അല്ലെങ്കിൽ പുതിയ ക്ലാസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ ആവറേജ് എത്രയാണ്, 25. അത് നടുക്കോട്ട് എഴുതുക. കമ്പൈൻ ചെയ്തിട്ട് ഫൈനലി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യുക, നടുക്കോട്ട് എഴുതുക. അപ്പോൾ മിക്സ്ഡ് ആൻഡ് എലിഗേഷൻ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, രണ്ട് ക്ലാസ്സുകളുടെ ആവറേജ് അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ തന്നിട്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു വാല്യൂ ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മിക്സ്ഡ് ആൻഡ് എലിഗേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ 15ഉം 30ഉം രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, 25 എന്ന് പറയുന്ന പുതിയൊരു റേഷ്യോ ആയി. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പുതിയൊരു ആവറേജ് കിട്ടി. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് താഴെ ഒരു റേഷ്യോ കിട്ടും. ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് ഈ രണ്ടും കൂടെ 15ഉം 25ഉം കൂടെ മൈനസ് ചെയ്ത് താഴോട്ട് എഴുതുക. 25ഉം 15ഉം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 10 അല്ലേ വരിക. മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവോ പോസിറ്റീവോ എങ്ങനെ വന്നാലും നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്ന ആൻസർ എടുക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് തന്നെ ആൻസർ എടുക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ കിട്ടുന്ന ഒരു റേഷ്യോ ആണ്. റേഷ്യോ എപ്പോഴും പോസിറ്റീവായിട്ടല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം 30, 25 തമ്മിലുള്ള വ്യത്യാസം 5. താഴെ കിട്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആൾക്കാരായിരിക്കും. നിങ്ങൾ നോക്കിയാൽ ആവറേജിൻ്റെ ഇക്വേഷൻ എന്താണ്, സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ, താഴെ നമ്പർ അല്ലേ വരുന്നത്. അപ്പോൾ എന്താണ്, ആവറേജ് എടുത്തിട്ട് നമ്മൾ ഈ മിക്സ്ഡ് ആൻഡ് എലിഗേഷൻ ചെയ്യുവാണെങ്കിൽ താഴെ കിട്ടുന്ന റേഷ്യോ എന്താണ്, നമ്പർ ഓഫ് ആൾക്കാർ. ഇവിടെ 5:10 അല്ലേ ആൾക്കാരെന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ക്ലാസ്, ഇത് സെക്കൻഡ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ 5 യൂണിറ്റ് ആൾക്കാരുണ്ട്, സെക്കൻഡ് ക്ലാസ്സിൽ 10 യൂണിറ്റ് ആൾക്കാരുണ്ട്. നമുക്കിതിനെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. കാരണം 5ഉം 10ഉം ആണ് ഇവിടെ റേഷ്യോ ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ 1:2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 1:2 ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഏത് റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്യുന്നത്, 1:2 റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായോ?
ഫസ്റ്റ് ക്ലാസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആവറേജ് 15. സെക്കൻഡ് ക്ലാസ് തന്നിട്ടുണ്ട്, ആവറേജ് 30. ഇനി രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു പുതിയ ആവറേജ് വരുവാണ് 25. ഓക്കെ, 25 വന്നു. ഇനി അവർ രണ്ടുപേരും ഏത് റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം? മിക്സ്ഡ് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുമ്പോൾ താഴെ നമ്പർ ഡയറക്റ്റ് നമുക്ക് റേഷ്യോ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, ഇവിടെ 10 വന്നു. ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, ഇവിടെ 5 വന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നടുക്കുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ മേളിലുള്ള രണ്ട് നമ്പറിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു നമ്പർ ആയിരിക്കും. 15ൻ്റെ 30ൻ്റെ ഇടയ്ക്കുള്ള ഒരു നമ്പർ അല്ലേ 25 എന്ന് പറയുന്നത്. ഇടയ്ക്കുള്ള ഏത് നമ്പർ വേണമെങ്കിലും വരാം. അപ്പോൾ അതിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണ്? നടുക്ക് നിൽക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെക്കാട്ടിയും വലുതും ഒരു നമ്പറിനെക്കാട്ടിയും ചെറുതുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റേഷ്യോ എന്താ? 1:2 റേഷ്യോ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ ഒരുപാട് വേരിയേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുവാണ്, the average weight of first class is 15 and the average weight of the second class is 30 and the two classes and both the classes are mixed in the ratio 1:2. Both the classes are mixed in the ratio 1:2. Then find the average weight of both the classes combined together. അപ്പോൾ രണ്ട് ക്ലാസ്സും കൂടെ കമ്പൈൻ ചെയ്തതിന് ശേഷമുള്ള ആവറേജ് ആണ് നമ്മുടെ ചോദ്യം. എങ്ങനെയാണ് എഴുതാൻ പറ്റുക? ഇവിടെ ക്വസ്റ്റ്യന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ക്ലാസ്സിൽ 15 ആവറേജ്, സെക്കൻഡ് ക്ലാസ്സിൽ 30 ആവറേജ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നത് 1:2 റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും കൂടെ കമ്പൈൻഡ് ആവറേജ് ആണ് നമ്മുടെ ചോദ്യം. കമ്പൈൻഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നടുക്കുള്ള വാല്യൂ. ഇപ്പോൾ ഇവിടെ മുകളിലുള്ള രണ്ട് വാല്യൂ അറിയാം, താഴെയുള്ള വാല്യൂസും അറിയാം. നടുക്കുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നടുക്കുള്ള വാല്യൂ ആവറേജ് ആണല്ലോ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ആണ്. എത്ര പേരുടെ? ഒരു യൂണിറ്റ് ആൾക്കാരുടെ ആവറേജ് ഇതെന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ആൾക്കാരുടെ ആവറേജ് 30. അപ്പോൾ സാധാരണ നമ്മുടെ ആവറേജിൻ്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ? അപ്പോൾ സം എങ്ങനെയാണ് കിട്ടുക? ഈ 15ഉം 1ഉം കൂടെ മൾട്ടിപ്ലൈ ആയി. ഇത് ആവറേജും ഇത് നമ്പറും അല്ലേ? ആവറേജ് ഇൻറ്റു നമ്പർ അല്ലേ സം എന്ന് പറയുന്നത്. അപ്പോൾ 15 × 1 15 എന്നും വന്നു. ഇനി അടുത്തത് 30 × 2. അത് ചെയ്യുമ്പോഴും അവരുടെ 2 യൂണിറ്റ് ആൾക്കാരുടെ സം 30 ആണെങ്കിൽ രണ്ടുപേരുടെ സം എത്ര ആണ്? 2 × 30 60ഉം വന്നു. ഓക്കെ, ഇനി ഇവരുടെ സമ്മ് കിട്ടിയതിന് ശേഷം ആവറേജ് അല്ലേ നടുക്കുള്ളത്? ആവറേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആൾക്കാർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടുത്തെ നമ്പർ ഓഫ് ആൾക്കാർ 1ഉം ഇവിടുത്തെ 2ഉം കൂടെ കമ്പൈൻ ചെയ്ത് 3. അപ്പോൾ 75 ആണ് സമ്മ് ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 25 ആണ്. 25 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ കിട്ടുന്നത് എങ്ങനെയാന്ന്? നമ്മൾ നേരത്തെ താഴെയുള്ള റേഷ്യോ കണ്ടുപിടിച്ചു. ഇപ്പോൾ നടുക്കുള്ള വാല്യൂ തന്നിട്ടില്ല. നടുക്കുള്ള വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? മുകളിലുള്ള നമ്പറും താഴെയുള്ള നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പുറത്തെ സൈഡിലുള്ള മുകളിലുള്ള നമ്പറും താഴെയുള്ള നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സമ്മ് കിട്ടും. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ 1 + 2 3. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഒരു ടൈപ്പും കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ താഴെയുള്ള റേഷ്യോ കണ്ടുപിടിച്ചു, നടുക്കുള്ള വാല്യൂ കണ്ടുപിടിച്ചു. ഇനി മുകളിലുള്ള ആൻസർ തന്നില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയും. അപ്പോൾ ഇത് ഓരോരോ ടൈപ്പായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ദ ആവറേജ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ഈസ് 15 ആൻഡ് ദിസ് സ്റ്റുഡൻസ് ഈസ് കമ്പൈൻഡ് വിത്ത് എ സെക്കൻഡ് ക്ലാസ്. Then the combined average of both the class is 25 and the two classes are mixed in the ratio 1:2. Then find the average of the students, average weight of the students in the second class. ഇതാണ് ചോദ്യം. ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ആവറേജ് തന്നിട്ടുണ്ട്, കമ്പൈൻ ചെയ്തിട്ടുള്ള ആവറേജ് തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരെയും കമ്പൈൻ ചെയ്യുന്ന 1:2 റേഷ്യോയിലാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കിട്ടുക എന്ന് പറയുന്നത് 10ഉം. നോക്കിയേ, അപ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന ഒരേ ഒരു വാല്യൂ ഇവ രണ്ട് സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഇവിടെ 10 കിട്ടി എന്നാണ് അല്ലേ? അപ്പോൾ ഈ 10 എന്ന് പറയുന്ന നമ്പറാണ് 2 ആക്കി നമ്മൾ ചെറുതാക്കിയത്. അപ്പോൾ ഇവിടെയുള്ള 1 എന്ന് പറയുന്ന നമ്പർ എത്ര ആയിരിക്കും? 10
10 2 അപ്പോൾ എന്തുമായിരിക്കും 1 ആയത്? അത് ചെക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. 2 യൂണിറ്റ് ആണ് ഇപ്പോഴത്തെ പുതിയ റേഷ്യോ. അവസാനത്തെ വാല്യൂ 2 യൂണിറ്റ്. അപ്പോൾ 2 യൂണിറ്റ് 10 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡ് ബൈ 2 5 എന്ന് വരത്തില്ലേ? അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്താണ്? 5. അപ്പോൾ ഈ 2 നമ്പറും സബ്ട്രാക്ട് ചെയ്തപ്പോൾ 5 ആണ് വന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ നടുക്ക് വരുന്ന നമ്പർ ഒരു നമ്പറിനെക്കാട്ടിയും വലുതായിരിക്കും, ഈ ഇവിടെ ഉള്ള നമ്പറിനെക്കാട്ടി എന്തായിരിക്കും? ചെറുതായിരിക്കും. ഒരു നമ്പറിനെക്കാട്ടിയും വലുതാണെങ്കിൽ അടുത്ത നമ്പറിനെക്കാട്ടിയും ചെറുതായിരിക്കും. അപ്പോൾ ഇവിടെ വരേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ 25 + 5 30 ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നെങ്കിലോ, ഇപ്പോൾ students of a first class is combined with the students of second class, then the average students of first class is combined with the second class students with an average of 30, then the combined average of both the classes become 25, and both the students are mixed in the ratio 1:2. Then find the average weight of the first class students എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? നമ്മുടെ ചോദ്യം ഇത്രയാണ്: ഫസ്റ്റ് ക്ലാസ്സിലുള്ള ആവറേജ് തന്നിട്ടില്ല, സെക്കൻഡ് ക്ലാസ്സിൻ്റെ ആവറേജ് 30 എന്ന് തന്നിട്ടുണ്ട്, കമ്പൈൻ ചെയ്തിട്ടുള്ള ആവറേജ് 25 തന്നിട്ടുണ്ട്, മിക്സ് ചെയ്യുന്ന 1:2 റേഷ്യോയിലാണ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇവർ തമ്മിലുള്ള വ്യത്യാസം 5 എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ്, ഈ 1 യൂണിറ്റാണ് ഏറ്റവും ചെറിയ വാല്യൂ, നമ്മൾ ചെറുതാക്കി എഴുതിയ വാല്യൂ ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 1 യൂണിറ്റ് 5 ആണെങ്കിൽ 2 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5 × 2 10. ഓക്കെ, ഇവിടെ 10 ആണ് വരുന്നത്. എങ്ങനെയാ 10 വന്നത്? x - 25 ആണ് 10. ഓക്കെ, അപ്പോൾ എന്തായാലും x - 25 അല്ല, 25 - x ആയിരിക്കും 10. കാരണം ഇവിടെ ഉള്ള വാല്യൂ ഇതിനെക്കാട്ടി എന്തായിരിക്കും? ഈ 25 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ ആണ്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചെറുതാണ്, അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലുതാവണ്ടേ? അപ്പോൾ ഇതെന്താണ്? 25 ഫ്രണ്ടിലും എഴുതുക, -x ആണ് 10. അപ്പോൾ എന്താണ് വരുന്നത്? എന്തായാലും ഈ നമ്പറിനെക്കാട്ടിയും ചെറിയ നമ്പർ ആയിരിക്കും ഇവിടെ വരിക എന്ന് മനസ്സിലായി. എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 - 20 അല്ല 25 - 10 എന്ന് വരും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 15. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ സബ്ട്രാക്ട് ചെയ്ത് നോക്കണമെന്നില്ല. ഇവിടെ 5ഉം ഇവിടെ 10ഉം കിട്ടി. ഇവിടെ എന്തായാലും 25-നെക്കാട്ടിയും വലിയ നമ്പർ വന്നെങ്കിൽ ഇവിടെ എന്താണ്? 25-നെക്കാട്ടിയും ചെറിയ നമ്പർ ആയിരിക്കും. ഇവിടെ അവർ തമ്മിൽ വ്യത്യാസം 10 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? 10 കുറയുമല്ലേ ചെയ്യുന്നേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഇവിടെ 15 വരും. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പും കൂടെ ഞാൻ ഒന്നും കൂടെ എഴുതി കാണിക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്താണ്? നടുക്കുള്ള വാല്യൂ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ആവറേജ് 15ഉം സെക്കൻഡ് ക്ലാസ്സിൻ്റെ ആവറേജ് 30ഉം നടുക്കുള്ള ആവറേജ് 25ഉം കമ്പൈൻ ചെയ്ത് 25 വരുമെങ്കിൽ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര വരുന്നത്? ഇവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തപ്പോൾ 10ഉം ഇവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തപ്പോൾ 5ഉം. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്പർ. അപ്പോൾ റേഷ്യോ 1:2. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇനി നടുക്കുള്ള വാല്യൂ തന്നേക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ആവറേജ് 15, സെക്കൻഡ് ക്ലാസ്സിൻ്റെ ആവറേജ് 30, കമ്പൈൻ ചെയ്തിട്ടുള്ള ആവറേജ് നമുക്ക് അറിയത്തില്ല, പക്ഷേ റേഷ്യോ 1:2 റേഷ്യോ. ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് തമ്മിൽ 15 × 1 15ഉം 30 × 2 60ഉം. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2 + 1 3. അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 25. എക്സിൻ്റെ വാല്യൂ 25. ഓക്കെ, അപ്പോൾ ഇവിടെ 15ഉം വന്നു. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പാണ്. 15 ഇവിടെയും തന്നിട്ടുണ്ട്, 25 നടുക്കുള്ള വാല്യൂവും തന്നിട്ടുണ്ട്, പക്ഷേ ഒരു ക്ലാസ്സിൻ്റെ ആവറേജ് നമുക്ക് തന്നിട്ടില്ല. മിക്സ് ചെയ്യുന്ന റേഷ്യോ 1:2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ 10 എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ആണ് 10. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഡിവൈഡ് ബൈ 2 5 എന്നും വന്നു. ഓക്കെ, 5 എന്ന് വന്നല്ലോ. അപ്പോൾ നമുക്ക് 1 യൂണിറ്റ് 5 ആണെന്ന് ഇവിടെ കിട്ടി. അപ്പോൾ 25 + 5 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വന്നു? 30 വന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ 3 ടൈപ്പ്. ഇനി ഈ സൈഡിൽ വേണമെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദ ആവറേജ് വെയിറ്റ് ഓഫ് ഗേൾസ് ഇൻ എ ക്ലാസ് ഇസ് 15 kg and the average weight of boys in the class is 30 kg, the average weight of both the boys and girls is 25 kg. If the number of boys is 12, then the number of girls is.
എന്ന് പറഞ്ഞാൽ ഗേൾസിൻ്റെ ആവറേജ് 15 എന്ന് തന്നിട്ടുണ്ട്, ബോയ്സിൻ്റെ ആവറേജ് 30 എന്ന് തന്നിട്ടുണ്ട്, രണ്ടുപേരുടെയും കൂടെ കമ്പൈൻഡ് ആവറേജ് 25 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ബോയ്സിൻ്റെ എണ്ണമാണ്, ബോയ്സിൻ്റെ എണ്ണം ചോദിച്ചേക്കുവാണ്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നേ? കമ്പൈൻ ചെയ്തിട്ടുള്ളതും തന്നിട്ടുണ്ട്, മിക്സ് ചെയ്യുന്നതിൻ്റെ ആവറേജും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മിക്സ്ഡ് ട്രയൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 15 ആണ് ആവറേജ് വരിക. ഇനി ബോയ്സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 30 ആണ് വരുന്നത്. ഓക്കെ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് 25 ആണ്. നടുക്കുള്ള വാല്യൂ 25 ആണ്. ഇനി നോക്കിക്കേ, ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. ഇവർ തമ്മിലുള്ള വ്യത്യാസം 10, ഇവർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എത്ര കിട്ടുന്നേ? 5 എന്ന് വന്നു. ഇതാണ് റേഷ്യോ, നമ്പറിൻ്റെ റേഷ്യോ ആണ്. ഈ 15 എന്ന് പറയുന്ന ഗേൾസിൻ്റെ ആയിരുന്നു, 30 എന്ന് പറയുന്ന ബോയ്സിൻ്റെ ആയിരുന്നു. റേഷ്യോ നോക്കുമ്പോൾ 1:2 റേഷ്യോയിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഗേൾസ് 1 യൂണിറ്റും ഉണ്ട്, ബോയ്സ് 2 യൂണിറ്റും ഉണ്ട്. നമ്പർ ഓഫ് ബോയ്സ് 12 ആണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എത്ര? ബോയ്സ് 12 എണ്ണമാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ്. ബോയ്സിൻ്റെ എണ്ണം ഇവിടെ വെച്ച് എത്രയാ? 2 യൂണിറ്റ് ആണ്. ആ 2 യൂണിറ്റ് അല്ലേ 12 എന്ന് പറയുന്നത്? 2 യൂണിറ്റ് 12 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 12 ഡിവൈഡ് ബൈ 2 6. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 6 നമ്പേഴ്സ് അല്ലേ? 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 6 നമ്പർ ഓഫ് ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഗേൾസിൻ്റെ എണ്ണം. ഗേൾസിൻ്റെ നമ്പർ എന്ത് തന്നെയാണ്? 1 യൂണിറ്റ്. 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര? 6 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു ക്ലാസ്സിൽ ഗേൾസിൻ്റെ ആവറേജ് 15, ബോയ്സിൻ്റെ ആവറേജ് 30, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് 25 വന്നു. ഓക്കെ, ഇനി നമ്മൾ താഴെ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ റേഷ്യോ ആണ്. അവരുടെ റേഷ്യോ നമുക്ക് കിട്ടി. അപ്പോൾ ഈ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബോയ്സിൻ്റെ എണ്ണം 12 ആണ്. ബോയ്സിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ച പ്രകാരമാണെങ്കിൽ 2 യൂണിറ്റ്. 2 യൂണിറ്റ് ആണ് 12. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 2, 6 നമ്പേഴ്സ് ആണ്. അപ്പോൾ 1 യൂണിറ്റ് 6 നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് വേണ്ടത് ഗേൾസിൻ്റെ എണ്ണം 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ വന്നേ? 6 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് വെയിറ്റ് ഓഫ് എ ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ് ഇസ് 30. 40 സ്റ്റുഡൻസിൻ്റെ ആവറേജ് വെയിറ്റ് ഓഫ് എ ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 30. 40 പേരുള്ള ക്ലാസ്സിലുള്ള ആവറേജ് എത്ര? 30. അപ്പോൾ ആവറേജ് 30 കിട്ടി. നമ്പർ എത്ര കിട്ടിയേ? 40 പേരെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആവറേജ് വെയിറ്റ് ഓഫ് എ ക്ലാസ് ഓഫ് 20 സ്റ്റുഡൻസ്. ഇനി അടുത്ത ആവറേജ് എത്ര? അടുത്ത നമ്പർ ഓഫ് സ്റ്റുഡൻസ് 20യും അവരുടെ ആവറേജ് 15ഉമാണ്. ഫൈൻഡ് ദ ആവറേജ് വെയിറ്റ് ഓഫ് ബോത്ത് ദ ക്ലാസ്സസ് കമ്പൈൻ ടുഗദർ. എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ആവറേജ് വെയിറ്റ്, നടുക്കത്തെ വെയിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് റേഷ്യോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് എങ്ങനെ എഴുതാം? 40, 20 ആകുമ്പോൾ 2:1 റേഷ്യോയിലല്ലേ വരിക? 2:1 റേഷ്യോ. നടുക്കത്തെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? 30 × 2, 30 × 2 60. ഇനി 15 × 1, ഓക്കെ, പ്ലസ് 15. അപ്പോൾ 75 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 75. ഓക്കെ, നമ്മളിനി അടുത്ത് ചെയ്യേണ്ട എന്താണ്? അവരെ മിക്സ് ചെയ്തേക്കുന്ന 2:1 റേഷ്യോ അല്ലേ? 2:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആൾക്കാരാണ് 2ഉം 1ഉം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര? 3. അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ഏകദേശം വാല്യൂ എത്ര വരിക? 25 kg. മനസ്സിലായോ? നടുക്കുള്ള ആൾക്കാരുടെ ആവറേജ്, നടുക്കുള്ള ആൾക്കാരല്ല, കമ്പൈൻ ചെയ്തതിന് ശേഷമുള്ള ആവറേജ് ആണ് ചോദ്യം. ഫസ്റ്റ് 30, 40 ആൾക്കാരുടെ ആവറേജ് 30, 20 ആൾക്കാരുടെ ആവറേജ് 15 ആണെന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ റേഷ്യോ 2:1 റേഷ്യോ ആണെന്ന് കിട്ടി. 30 × 2 60ഉം 15 × 1 15ഉം ആണ് നമുക്ക് വരിക. അപ്പോൾ സമ്മ് 75 എന്ന് വന്നു. ആ 75നെ താഴെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 75 ഡിവൈഡ് ബൈ 3. അപ്പം നമുക്ക് ആൻസർ എന്താ വരിക? നടുക്കുള്ള വാല്യൂ നമുക്ക് അങ്ങ് കിട്ടും. അതെന്താണ്? 25. ഓക്കെ, അപ്പോൾ നമുക്ക് ദിശ അക്കാഡമിയിൽ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ALPയുടെ കോഴ്സസ് ഉണ്ട്, RPF, NTPC, അതേപോലെ തന്നെ CGLൻ്റെ കോഴ്സസ്. അത് ഞാനിവിടെ കുറച്ച് ടോപ്പിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. CGLും ഫൗണ്ടേഷൻ കോഴ്സസും എല്ലാം ഉണ്ട്. CGLൻ്റെ തന്നെ 3 ബാച്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. ഇനി ഒരു കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഓർഡർലി പഠിച്ചു പോകാനായിട്ട് പറ്റും. നമുക്ക് ലൈവ് ക്ലാസ്സസ് ആണ് ഉള്ളതെങ്കിലും അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജോലി ഉള്ളവർക്കൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ കാണാനായിട്ട് പറ്റും. ജോലിയുള്ളവർക്ക് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How many kg of sugar costing 5.75 per kg should be mixed with 75 kg of cheaper sugar costing 4.50 per kg so that the mixture is worth 5.50 per kg? അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. എത്ര ഷുഗർ ആണ് എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് 5 രൂപ 75 പൈസയുള്ള എത്ര ഷുഗർ ആണ് നമ്മുടെ 4 രൂപ 50 പൈസ വരുന്ന 75 കിലോ ഷുഗറുമായിട്ട് മിക്സ് ചെയ്യേണ്ടത്, സോ ദാറ്റ് ആ മിക്സ്ചറിനെ നമുക്ക് 5.50 പൈസയാക്കി മാറ്റാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഷുഗർ ഉണ്ട്, ഇത് 5 രൂപ 75 പൈസയുടെ ഷുഗർ, ഇവിടെ അടുത്ത ഷുഗർ എന്ന് പറഞ്ഞാൽ 4 രൂപ 50 പൈസയുടെ ഷുഗർ. ഇതിന്ന് ഇവർ രണ്ടുപേരും കൂടെ മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തിട്ട് പുതിയ ക്വാണ്ടിറ്റിയുടെ വെർത്ത് എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും വെർത്ത് എത്രയായി? 5 രൂപ 50 പൈസയായി. ഇതിൽ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന 75 kg ഓഫ് ചീപ്പർ ഷുഗറുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 4 രൂപ 50 പൈസയുടെ 75 കിലോയുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ മിക്സ് ചെയ്തിട്ട് പുതിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ഷുഗർ 5.75 kg ഉള്ളതായിരുന്നു. പെർ കെ ജി എന്ന് പറഞ്ഞാൽ ഓരോ കിലോയ്ക്കുമുള്ള വെയിറ്റ് ആണ്, ഓരോ കിലോയ്ക്കുമുള്ള പ്രൈസ് ആണ്. ഓക്കെ, കമ്പൈൻ ചെയ്യുന്ന പിന്നെ ഒരാൾ 4 രൂപ 50 പൈസയുള്ള ആളുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വിൽക്കുന്നത് 5 രൂപ 50 പൈസയ്ക്കാണ്. ഓക്കെ, ഇനി നമുക്ക് കിട്ടേണ്ട എത്രയാണ്? 0.25. ഇവിടെയാണെങ്കിലോ നമുക്ക് കിട്ടുന്ന എത്രയാ? മൈനസ് ചെയ്യുമ്പോൾ 1 എന്നും വരുന്നു. ഈ 0. നമുക്കിത് റേഷ്യോ ആണ്. ഇത് എന്തിൻ്റെ റേഷ്യോ ആയിരിക്കും? ഇവിടെയും വരുന്നത് ക്വാണ്ടിറ്റി എത്ര അളവാണ്, നമ്പർ അല്ലേ? എത്ര കിലോ വാങ്ങി എന്ന് പറയുന്നതാണ് താഴെ വരുന്നത്. കാരണം എന്താ? 1 കിലോയുടെ വില എങ്ങനെയാ കിട്ടുന്നേ? മൊത്തത്തിൽ നമുക്കായ പൈസ ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഒരു 10 കിലോ അരി വാങ്ങി, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 400 രൂപയായി. ഓക്കെ, അപ്പോൾ ഓരോ കിലോയ്ക്കുള്ള വില എങ്ങനെ കണ്ടുപിടിക്കുന്നേ? 400 ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ 10 കിലോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഓരോ കിലോയ്ക്ക് 40 രൂപയെന്ന് കിട്ടും. അതിനർത്ഥം ഡിനോമിനേറ്റർ വരുന്ന നമ്പർ ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ എന്താ? ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? താഴെ നമുക്ക് അതൊന്ന് കിട്ടി. ഇനി ഈ 0.25 എന്ന് പറയുന്ന വാല്യൂവിന് നമുക്ക് അങ്ങനെ ഇട്ടങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. റേഷ്യോ ഒരിക്കലും 1:0.25 വരത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 0.25ൻ്റെ വാല്യൂ എത്ര? 25 ഡിവൈഡ് ബൈ 100 ആണല്ലോ. ഓക്കെ, ഇത് ഇനി ക്യാൻസൽ ചെയ്ത് നോക്കിക്കേ, 1/4 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന 1:1/4 ആണ്. ഈ 1/4ൻ്റെ ഡിനോമിനേറ്റർ അങ്ങ് പോകണം. ഇവിടുത്തെ ഡിനോമിനേറ്റർ 1ഉം ഇവിടുത്തെ ഡിനോമിനേറ്റർ 4ഉം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇവിടെയും കൂടെ 4 വന്നാൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 1ൻ്റെയും 4ൻ്റെയും LCM എടുക്കുക. നമുക്ക് 4 കിട്ടി. ഇവിടെ 4 വെച്ച് മൾട്ടിപ്ലൈ ആയി. ഇവിടെ ഓൾറെഡി 4 ആയതുകൊണ്ട് തന്നെ അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ 4ഉം ക്യാൻസൽ ചെയ്ത് പോകും. 4:1 ആണ് നമ്മുടെ റേഷ്യോ. അപ്പോൾ 4:1 ആണ് നമ്മുടെ പുതിയ റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ 4ഉം വരും, ഇവിടെ 1ഉം വരും. ഓക്കെ, നമുക്കിനി വേണ്ടത് എന്താണ്? ഹൗ മെനി കിലോഗ്രാം ഓഫ് ഷുഗർ ഓഫ് 5.75 എന്ന് പറഞ്ഞാൽ 5 രൂപ 75 പൈസയുടെ എത്ര കിലോഗ്രാം ആണ് 75 കിലോ ഉള്ള 4 രൂപ 50 പൈസയുള്ള ഷുഗറുമായിട്ട് ആഡ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? 1 യൂണിറ്റ് ആണ്. ഇവിടെ എഴുതിയാൽ നിങ്ങൾക്ക് കാണത്തില്ലല്ലോ. 1 യൂണിറ്റ് ആണ് 75 കിലോ. 1 യൂണിറ്റ് 75 കിലോ ആണെങ്കിൽ നമുക്ക് വേണ്ടത് ഏതാ? 4 യൂണിറ്റ്. 5 രൂപ 75 പൈസയുള്ള 4 യൂണിറ്റ് ഇല്ലേ? 4 യൂണിറ്റിൻ്റെ വില എത്ര? 75 × 4. 75 × 4 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നേ? 300 അല്ലേ? അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 300. എങ്ങനെയാണ് പെട്ടെന്ന് 300 എന്ന് എഴുതാൻ പറ്റുന്നത്? 75 × 2 150. വീണ്ടും ഒരു 2 കൂടെ ചേർന്നാൽ, വീണ്ടും ഒരു 2 75 കൂടെ ചേർന്നാലല്ലേ മൊത്തത്തിൽ 4 എണ്ണം വരൂ. അപ്പോൾ 300. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്ത 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ? ഇത് ഇത്രയൊന്ന് നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ക്രിക്കറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യനും കൂടെ പറയാം. കാരണം ഞാൻ ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രിക്കറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാവത്തില്ല. അതാ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ക്രിക്കറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ അറിഞ്ഞിരിക്കണം.
ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും ഒന്ന് പഠിച്ചിട്ട് വരിക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചിരുന്നാൽ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കാം. ഇത് ആവറേജിൻ്റെ ചാപ്റ്ററുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടെ ടോപ്പിക്സ് വരും. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇൻട്രസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇവിടെ വരെ നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു.